പാകിസ്ഥാനെതിരായ നയതന്ത്ര തലത്തിലെ തീരുമാനങ്ങൾക്ക് പിന്നാലെ നടപടികൾ കടുപ്പിച്ച് ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ സാദ് അഹമ്മദ് വറൈച്ചിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തും. ഇന്നലെ പ്രഖ്യാപിച്ച തീരുമാനങ്ങൾ രേഖാമൂലം സ്ഥാനപതിക്ക് കൈമാറും. ഇന്നലത്തെ നയതന്ത്ര തീരുമാനങ്ങൾ അനുസരിച്ച് വാഗ അട്ടാരി അതിർത്തി അടച്ചു. സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനും തീരുമാനമെടുത്തു. പാക് പൌരന്മാർക്ക് 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ വിടണമെന്ന അന്ത്യശാസനവും നൽകി. Recognizing the seriousness of this terrorist attack, the CCS decided upon the following measures. 1. The Indus Waters Treaty of 1960 will be held in abeyance with immediate effect until Pakistan credibly and irrevocably abjures its support for cross-border terrorism. The integrated checkpost Atari will be closed with immediate effect. Those who have crossed over with valid endorsements may return through that route before 1 May 2025. 3. Pakistani nationals will not be permitted to travel to India under the SAARC visa exemption scheme visas. Any SVES visas issued in the past to Pakistani nationals are deemed cancelled. Any Pakistani national currently in India under SVES visa has 48 hours to leave India. 4. The defense, military, naval and air advisors in the Pakistani High Commission in New Delhi are declared persona non grata. They have a week to leave India. India will be withdrawing its own defense, navy and air advisors from the Indian High Commission in Islamabad. These posts in the respective high commissions are deemed annulled. 5 support staff of the service advisors will also be withdrawn from both high commissions. 5 support staff of the service advisors will also be withdrawn from both high commissions. 5. The overall strength of the high commissions will be brought down to 30 from the present 55 through further reductions to be effected by 1st May 2025. The CCS reviewed the overall security situation and directed all forces to maintain high vigil. It resolved that the perpetrators of this attack will be brought to justice and their sponsors held to account. As with the recent extradition of Tahawur Rana, India will be unrelenting in the pursuit of those who have committed acts of terror or conspired to make them possible. നയതന്ത്ര തലത്തിൽ ഇന്ത്യ എടുത്ത തീരുമാനങ്ങൾ ചർച്ച ചെയ്യാൻ പാകിസ്ഥാനിൽ ദേശീയ സുരക്ഷാ കൌൺസിൽ യോഗവും ഇന്ന് ചേരുന്നുണ്ട്. KP അഭിലാഷ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. അഭിലാഷ്, വളരെ പക്വതയോടെ, പാകതയോടെ, എന്നാൽ കൃത്യതയോടെയാണ് ഇന്ത്യയുടെ ആദ്യ മറുപടി. അത് നയതന്ത്ര തലത്തിലാണ്. ഇന്നാകുമ്പോഴേക്ക് ഈ തീരുമാനങ്ങൾ കൃത്യമായി പാകിസ്ഥാനെ അറിയിക്കാൻ അവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തിയിട്ടുമുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യ എടുക്കുന്ന നടപടികളെ ഏവരും ഉറ്റുനോക്കി കാണുന്നത്? എങ്ങനെയാണ് പാകിസ്ഥാൻ ആഭ്യന്തര പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ തന്നെ ഉഴലുന്ന പാകിസ്ഥാന് ഈ നയതന്ത്ര തലത്തിൽ ഇന്ത്യ എടുത്ത തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് നദീജല കരാർ അടക്കം, അതെങ്ങനെയൊക്കെയായിരിക്കും അവരെ ബാധിക്കുക? ശ്രീജ, പഹൽഗാം തീവ്രവാദി ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരായ നിലപാടുകൾ ഇന്ത്യ കൂടുതൽ കടുപ്പിക്കുകയാണ്. ഇന്നലെ തന്നെ നയതന്ത്ര തലത്തിലുള്ള യുദ്ധം ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ മേധാവിയെ ഇന്ത്യ നേരിട്ട് വിളിച്ചു പ്പിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. അതായത് നമ്മൾ കഴിഞ്ഞ വാർത്തകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ അടക്കം നയതന്ത്ര ബന്ധങ്ങളെ ഏറെ ഊഷ്മളതയോടെ നോക്കിക്കാണുന്ന രാജ്യം ആണ് ഇന്ത്യ, ബഹുമാനിക്കുകയും ചെയ്യുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്, പാകിസ്ഥാനുള്ള മുന്നറിയിപ്പ് എന്ത് എന്നതൊക്കെ ഔദ്യോഗികമായി അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഹൈക്കമ്മീഷൻ മേധാവിയെ ഇന്ത്യ വിളിച്ചു വരുത്തുന്നത്. ഇതിൽ ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, അതായത് സിന്ധു നദീജല പദ്ധതി അടക്കം മരവിപ്പിച്ചു നിർത്തുന്നു. ഇന്ത്യയിലെ പാക് പൗരന്മാർക്ക് 48 മണിക്കൂറിനകം രാജ്യം വിടാനുള്ള നിർദ്ദേശം. അതോടൊപ്പം തന്നെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം വെട്ടിച്ചുരുക്കിയിട്ടുള്ളത് അടക്കം വാഗ അതിർത്തി അടച്ചത് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ഔദ്യോഗികമായ തീരുമാനങ്ങൾ എന്തൊക്കെ
എന്നത് രേഖാമൂലം പാകിസ്ഥാനെ അറിയിക്കുക എന്നുള്ളതാണ് ഈ നടപടിക്രമത്തിന്റെ ഭാഗം. അതേസമയം പാകിസ്ഥാനാകട്ടെ ഈ നയതന്ത്ര യുദ്ധത്തെ തന്നെ അതീവ ജാഗ്രതയോടെയും ആശങ്കയോടെയുമാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ വളരെ പെട്ടെന്ന് തന്നെ അടിയന്തരമായി സുരക്ഷാ സമിതിയുടെ യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുള്ളത്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള പ്രകോപനപരമായ ഈ നടപടിയിൽ ഇന്ത്യ നിലപാട് കടുപ്പിക്കുന്നു എന്നുള്ളത് പാകിസ്ഥാൻ തിരിച്ചറിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി പാകിസ്ഥാന് നേരെയുള്ള ഇന്ത്യയുടെ സൈനിക നടപടി എന്താകും എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. നയതന്ത്ര യുദ്ധത്തിന് പിന്നാലെ സൈനിക നടപടിയും ഉണ്ടാകും എന്ന് പാകിസ്ഥാൻ ഏതാണ്ട് ഉറപ്പിക്കുന്നുണ്ട്. അതേസമയം എപ്പോഴായിരിക്കും ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടാവുക എന്നത് അവ്യക്തമാണ്. ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. കേന്ദ്ര പ്രതിരോധ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയും നിലവിലെ സാഹചര്യം വിശദീകരിക്കുകയും ചെയ്യും. ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇന്ത്യയുടെ തുടർ നീക്കങ്ങൾക്ക് പൂർണ്ണമായി പിന്തുണ നൽകും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം ഇപ്പോൾ തന്നെ സർക്കാരിന് പൂർണ്ണമായി പിന്തുണയർപ്പിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം രംഗത്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വിളിച്ചിട്ടുള്ള സർവകക്ഷി യോഗവും ഇന്ന് ചേരുന്നത്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ അടക്കം അവിടേക്ക് എത്തുന്ന സാഹചര്യം ആണ് ഉള്ളത്. സംസ്ഥാനത്തിന്റെ കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ വർഷം തന്നെ 2 കോടിയിലധികം സഞ്ചാരികൾ ജമ്മു കാശ്മീരിൽ എത്തിയിരുന്നു എന്നതാണ്. ഒരുപക്ഷെ ഈ തീവ്രവാദ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനി സഞ്ചാരികളുടെ വരവ് അടക്കം കുറയുന്ന സാഹചര്യമുണ്ട്. അത്തരം സാഹചര്യങ്ങളും സംസ്ഥാനത്തിന്റെ സുരക്ഷാ നടപടിക്രമങ്ങളുമായിരിക്കും ഈ സർവകക്ഷി യോഗത്തിൽ തീരുമാനമാവുക. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട രേഖകളും തെളിവുകളും ഇതിനോടകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വിവരം. അതായത് തീവ്രവാദി ആക്രമണത്തിൽ ആരൊക്കെയാണ് പങ്കാളികൾ ആയിട്ടുള്ളത്, അവരുടെ രേഖാചിത്രം അടക്കം പുറത്തുവിട്ടിട്ടുണ്ട്. ഈ തീവ്രവാദ ആക്രമണം പാകിസ്ഥാന്റെ കൃത്യമായ അറിവോടുകൂടി തന്നെയാണ് നടന്നത് എന്നുള്ളതാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ. ഏതാണ്ട് 4 മാസമായി പാക് സൈന്യം ഇങ്ങനെയൊരു തീവ്രവാദ ആക്രമണത്തിന് എല്ലാ സഹായങ്ങളും തീവ്രവാദ സംഘടനകൾക്ക് ചെയ്തു നൽകിയിരുന്നു എന്നുള്ളതാണ് വിവരം. പാകിസ്ഥാൻ മുൻ സൈനിക ഉദ്യോഗസ്ഥർ അടക്കം ഈ തീവ്രവാദി ആക്രമണത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുമാണ് വിലയിരുത്തൽ. പക്ഷേ നമുക്കറിയാം, അന്താരാഷ്ട്ര കോടതിയിലടക്കം ഇത്തരം വിഷയങ്ങൾ ചലഞ്ച് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതായത് പാകിസ്ഥാന് നേരെ ഇന്ത്യ ഒരു ആക്രമണം നടത്തുമ്പോൾ അതിന്റെ കാരണം എന്ത് എന്ന് ഇന്ത്യക്ക് തെളിവുകൾ സഹിതം അണിനിരത്തേണ്ടതായി വരും. അതിനുവേണ്ടിയുള്ള ഒരു കാലതാമസമാണ് ഇപ്പോൾ നേരിടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഉറിയിലും പുൽവാമയിലും ഒക്കെ ഉണ്ടായതിന് സമാനമായ തരത്തിലുള്ള ഇന്ത്യയുടെ കൃത്യമായ അറിയിപ്പോട് കൂടിയിട്ടുള്ള ഒരു ആക്രമണത്തിന്, അതായത് നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിർത്തി കടന്നുള്ള തീവ്രവാദ ആക്രമണങ്ങൾക്ക് അതേ നാണയത്തിൽ ആണ് ഇന്ത്യ തിരിച്ചടി നൽകാറുള്ളത്. പലപ്പോഴും അത് ഔദ്യോഗികമായി അറിയിക്കാറില്ല. പക്ഷേ ഞങ്ങളിതാ ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന തരത്തിലുള്ള ഒരു ആക്രമണം തന്നെയായിരിക്കും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന്, സൈനിക നടപടി തന്നെയായിരിക്കും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാന് നേരെ ഉണ്ടാവുക എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. ശരി, KP അഭിലാഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് നമ്മൾ മടങ്ങിയെത്തും ഇടവേളയ്ക്ക് ശേഷം.